A problem in statistics is given to 3 students whose chances of solving it individually are 1 by 3, 1 by 4, 1 by 5 respectively. What is the probability that the problems was solved exactly by one of them? 4 കുട്ടികളുണ്ട്. ആ 4 ആളുകൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കൊടുത്തു. അവർ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 by 3ഉം 1 by 4ഉം 1 by 5ഉം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ് എക്സാക്ട്ലി ബൈ വൺ ഓഫ് ദം. ഒരാൾ മാത്രം ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരാൾ മാത്രം ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റി. നമ്മുടെ 3 ആളുകളുണ്ടെന്ന് വിചാരിക്കും. ഒന്ന് എ ആണ്, ഒന്ന് ബി ആണ്, ഒന്ന് സി ആണെന്ന് വിചാരിക്കും. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ 1 by 3 ആയിട്ട് എടുത്തു. പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് നമ്മൾ 1 by 4 ആയിട്ട് എടുത്തു. ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ. പ്രോബിലിറ്റി ഓഫ് സി എന്ന് പറയുന്നത് 1 by 5 ആയിട്ടും നമ്മൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ് എക്സാക്ട്ലി ബൈ വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ എ സോൾവ് ചെയ്യുമ്പോൾ ആര് സോൾവ് ചെയ്യരുത്? ബിയും സോൾവ് ചെയ്യരുത്, സിയും സോൾവ് ചെയ്യരുത്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. എ സോൾവ് ചെയ്യുമ്പോൾ ആര് സോൾവ് ചെയ്യരുത്? ബിയും സിയും സോൾവ് ചെയ്യരുത്. ഒരാളെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അഥവാ ബി ആണ് സോൾവ് ചെയ്യുന്നെങ്കിൽ എയും സോൾവ് ചെയ്യാൻ പാടില്ല, സിയും സോൾവ് ചെയ്യാൻ പാടില്ല. അവിടെ ബി മാത്രമേ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. പ്ലസ് അടുത്തതില് എയും സോൾവ് ചെയ്യരുത്, ബിയും സോൾവ് ചെയ്യരുത്. ആര് മാത്രമേ ചെയ്യാവൂ? സി മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ഇതിന്റെ പോസിബിലിറ്റി എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്തായിരിക്കും വരിക നോക്കി നോക്കിയേ. പ്രോബിലിറ്റി ഓഫ് എ 1 by 3 ആണ് അല്ലെ. പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 minus 1 by 4 എന്ന് പറഞ്ഞാൽ 3 by 4 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 minus 1 by 5 4 by 5 4 by 5 plus probability of A complement 2 by 3 2 by 3 into probability of B 1 by 4 into probability of C complement 4 by 5 plus അടുത്ത probability of A complement 2 by 3 probability of B complement 3 by 4 probability of C 1 by 5. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 20 3 60 അങ്ങനെ ചെയ്യാം അല്ലേ. 20 3 60 by 12 plus 8 plus 6 12 plus 8 plus 6 2 കൊണ്ട് കട്ട് ചെയ്യാം 30 വരും. 2 കൊണ്ട് കട്ട് ചെയ്യാം. അവിടെ നേരിട്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ 2 കട്ട് ചെയ്ത് കളയാട്ടോ. എന്നിട്ട് ചെയ്താലും മതി. ഡിനോമിനേറ്ററിൽ കുഴപ്പമില്ല, 30 ആക്കി എടുത്തിട്ട് ചെയ്താലും മതി. എത്ര കിട്ടും നോക്കൂ. 13 by 30 26 by 60 എന്ന് കിട്ടും അല്ലെ. 26 by 60 അതായത് 13 by 30 13 by 30 ആണ് ഇവിടുത്തെ പോസിബിലിറ്റി. ഒരാൾ മാത്രമേ അറ്റ് എ ടൈം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരാൾ മാത്രമേ അറ്റ് എ ടൈം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം. സെറ്റ് മാത്തമാറ്റിക്സിന്റെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് മാത്ത് വി ലേണിംഗ് ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 999 രൂപയാണ് ഫീസ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡഡ് സെഷൻസും പിന്നെ PDF നോട്ട്സും ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. 999 രൂപയാണ് ഫീസ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 11ാമത്തെ ചോദ്യം. An equilateral triangle is inscribed in a circle of radius 1 centimeter. ഒരു സർക്കിളിന്റെ അകത്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, 3 സൈഡ്സും ഈക്വൽ ആയിരിക്കണം. If a point is taken at random within the circle, ഒരു പോയിന്റ് നമ്മൾ സർക്കിളിന്റെ അകത്ത് എടുക്കുകയാണെങ്കിൽ what is the probability that the point lies in the triangular region? ആ പോയിന്റ് ട്രയാങ്കുലർ റീജിയനിൽ വരാനുള്ള പോസിബിലിറ്റി എന്താണ്?
എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് ട്രയാങ്കുലർ റീജിയനിൽ വരാനുള്ള പോസിബിലിറ്റി എന്ത് വെച്ചാൽ നമ്മളിത് കണ്ടുപിടിക്കുക? ഏരിയയുടെ പ്രോബബിലിറ്റി വെച്ചാൽ കണ്ടുപിടിക്കുക അല്ലേ? സർക്കിളിന്റെ ഏരിയ ആണ് ടോട്ടൽ ഏരിയ. അതിൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ പ്രോബബിലിറ്റി എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബൈ ഏരിയ ഓഫ് സർക്കിൾ ആണ്. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇവിടെ റേഡിയസ് 1 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. സർക്കിൾ നമുക്ക് തന്നിട്ടുള്ളത് റേഡിയസ് 1 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, r ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആണ് കേട്ടോ. r ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 1 സെന്റിമീറ്റർ വരുന്ന 6 റേഡിയസ് വരുന്ന ഒരു സർക്കിളിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യുന്ന ട്രയാങ്കിൾ, ഓക്കെ, ആ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് 6 റേഡിയസ് വരുന്ന സർക്കിളിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? √3r ആയിരിക്കും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുന്നത് റിലേഷൻ ആണ്, പഠിച്ചു വെച്ചോളൂ. 6 റേഡിയസ് വരുന്ന ഒരു സർക്കിളിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ്? √3r ആണ്. √3r. ഓക്കെ, ഇവിടെ r എത്രയാന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് നമുക്ക്? 1 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ a എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? √3 ആയിരിക്കും. r 1 സെന്റിമീറ്റർ, a √3. ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. √3/4 a² ആണ് അല്ലെ? ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ √3/4 a² ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ πr². ശരിയല്ലേ? ഓക്കെ, √3/4 ഇൻറ്റു a². a² എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് √3 മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. √3 ഉണ്ടാവുള്ളൂ, ഇത് 6 അല്ല. √3 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 വരും അല്ലെ? √3 the whole square divided by πr². r 1 ആണ്, പോയി അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്കിയേ? 3√3/4π. 3√3/4π. ഇതാണ് ഇതിന്റെ പോസിബിലിറ്റി. ഓക്കെ, യെസ്, 3√3/4π. ഇതിൽ ആകെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, നമുക്ക് അറിയാത്ത, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. ഒരു സർക്കിളിന്റെ അകത്ത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത്തും ഈ പറയുന്ന സർക്കിളിന്റെ റേഡിയസും തമ്മിലുള്ള കണക്ഷൻ ആണ് സൈഡിന്റെ ലെങ്ത് a ഈക്വൽ ടു √3r. സൈഡിന്റെ ലെങ്ത് a ഈക്വൽ ടു √3r എന്ന് പറയുന്നത് പഠിച്ചു വെച്ചു. റേഡിയസ് ഈക്വൽ ടു a/√3 അങ്ങനെ പഠിച്ചാലും മതി. റേഡിയസ് ഈക്വൽ ടു a/√3. റേഡിയസ് ഈക്വൽ ടു a/√3 അങ്ങനെ പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ പഠിച്ചു വെക്കുക. അടുത്തത് 12ാമത്തെ ചോദ്യം. A fair die is thrown twice. The sum of numbers appearing is observed to be 8. The conditional probability that 3 has appeared at least once is. 2 ഡൈസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ത്രോ ചെയ്യുകയാണ്. അതിൽ സമ്മ 8 ആവുന്ന നമ്പേഴ്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എപ്പോ? The conditional probability that 3 has already appeared. 3 ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. ഒരു നമ്പർ 3 ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മ 8 ആവാനുള്ള പോസിബിലിറ്റി എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു നമ്പർ 3 ആണെന്ന് വിചാരിക്കൂ. സോറി, സമ്മ 8 ആണെന്ന് ആദ്യം എടുക്കുക. സമ്മ 8 ആവുന്നത് ആരൊക്കെയാ? 2 6, 3 5, 4 4, 5 3, 6 2. ഇവരാണ് സമ്മ 8 ആവുന്ന ആളുകൾ. ഓക്കെ, ഇത്ര ആളുകളുണ്ട്? 1 2 3 4 5. Conditional probability that 3 has appeared at least once. ഒരു പ്രാവശ്യമെങ്കിലും 3 വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും 3 വന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും 3 വരണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആക്ച്വലി തെറ്റിപ്പോകരുത്. സം ഓഫ് നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ടു ബി ഒബ്സർവ് ടു ബി 8 ആണെന്ന് നമുക്ക് അറിയാം. അതാണ് ആദ്യം നടന്നത്.
8 ആണ് എന്നുള്ളത് ആദ്യം നടന്നതാണ്, അത് നമുക്കറിയാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? കണ്ടീഷൻ പ്രോബബിലിറ്റി ദാറ്റ് 3 ഹാസ് അറ്റ്ലീസ്റ്റ് വൺസ് അപ്പിയർഡ്. ഒരു പ്രാവശ്യമെങ്കിലും 3 വരുന്ന ഔട്ട്കംസ് ഏതാ? അറ്റ്ലീസ്റ്റ് 1 3 ഇതിനകത്ത് നോക്കിയാൽ മതി. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 3 ഇതിനകത്ത് മാത്രം നോക്കിയാൽ മതി. ഏതാ? 3 5 അല്ലെങ്കിൽ 5 3 വരും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 3 given that sum is 8. സം ഇസ് 8. ഇതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി കേട്ടോ. അപ്പോൾ ഇതിന്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഔട്ട് ഓഫ് 1 2 3 4 5 5 5ൽ 2 അല്ലെ 2/5. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 2 ഔട്ട് ഓഫ് 5. ഓക്കെ, ടോട്ടൽ 36 ഔട്ട്കംസ് ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമ്മൾ 8 സമ്മ വരുന്നുണ്ടെന്ന് ഓൾറെഡി നമുക്ക് പറഞ്ഞു. ഇനി 3 വരുന്നത് ഏതെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സിമ്പിൾ ആണ് അല്ലെ? അടുത്ത നോക്കൂ, 13ാമത്തെ ചോദ്യം. 13. There are 2 coins. One has head marked on both sides. The other is a fair coin. One coin is chosen at random and tossed. What is the probability head appears? എന്തൊക്കെയാണ് നോക്കി നോക്കണേ. There are 2 coins. One has marked head on both sides. Other is a fair coin. നോർമൽ കോയിൻ ആണ്. ഒരു കോയിന്റെ മുകളിൽ 2 ഹെഡ് ആണ്, ഒരു കോയിന്റെ മുകളിൽ ഒരു ഹെഡ് ഒരു ടെയിലാണ്. നോർമൽ കോയിൻ. ഇതിൽ ഏതെങ്കിലും ഒരു കോയിൻ നമ്മൾ ചൂസ് ചെയ്യാണ്. Then what is the probability that head appears? ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? ഇത് തിയറം, ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ആണ്. അതായത് നമ്മൾ പാർട്ടീഷൻ എഴുതുമ്പോൾ E1 എന്ന് പറഞ്ഞ പാർട്ടീഷൻ നമ്മൾ എഴുതുന്നത് 2 headed കോയിൻ ആണ്. 2 headed കോയിൻ. E2 എന്ന് പറഞ്ഞ പാർട്ടീഷൻ നോർമൽ കോയിൻ ആണ്. ഓക്കെ, 2 കോയിനുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് E1, പ്രോബബിലിറ്റി ഓഫ് E2 രണ്ടിനും ഒരേ പ്രോബബിലിറ്റി. എന്താ വരിക? 2 എണ്ണത്തിൽ ഒന്ന് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/2 ആണ് പ്രോബബിലിറ്റി. എ എന്ന് പറഞ്ഞൊരു ഇവന്റ് അതിന്റെ ശേഷം നമ്മൾ പറയുകയാണ് എന്താണ്? ഗെറ്റിംഗ് എ ഹെഡ്. ഇനി നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എയുടെ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂസിങ് ദീസ് 2 കണ്ടീഷൻസ്. എങ്ങനെ എഴുതാം നമുക്ക്? പ്രോബബിലിറ്റി ഓഫ് എ, ടോട്ടൽ പ്രോബബിലിറ്റി തിയറം യൂസ് ചെയ്ത് പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. നോക്കി നോക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട്. പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1, E1ൽ നിന്നും ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി, 2 ഹെഡഡ് കോയിനിൽ നിന്നും ഒരു ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താ? അത് എങ്ങനെ വീണാലും ഹെഡേ വരുള്ളൂ അല്ലെ? അപ്പൊ അതിന്റെ പോസിബിലിറ്റി 1 ആണ്. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാൽ 1/2 ആണ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2, നോർമൽ കോയിൻ ആണ്. അതിൽ നിന്നും ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താ? പകുതി ടെയിലിന് പോകും, ബാക്കി പകുതിയാണ് ഹെഡിന്റെ പോസിബിലിറ്റി. 1/2 അല്ലെ? 1/2. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/4 എത്ര വരും? 3/4 വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1/2 പ്ലസ് 1/4 3/4. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ?